ഹായ് ഹലോ. ഇന്നത്തെ റെസിപ്പി ഹണീഡ് വിത്ത് അൽഫാം ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുരുമുളക്, ചെറിയ ജീരകം, കറാമ്പൂ, ഏലക്ക, മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് നന്നായി വറുത്തെടുക്കാം. ഇതേ സമയത്തിന് ഒരു 3 തക്കാളി മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മൾ പൊടിച്ച പൊടിയും മാഗി ക്യൂബും 2 ടേബിൾ സ്പൂൺ സുർക്കയും ചേർത്തിട്ട് ചിക്കനിൽ മസാല പിടിക്കാൻ മാറ്റി വെക്കാം. ഇതേ സമയത്ത് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കണം. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ അതിലേക്ക് നന്നായി അടുക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. ഇതേ സമയത്ത് തന്നെ നമ്മൾ 2 സവാള കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞു. ചിക്കൻ മാത്രം കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ടല്ലോ. എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെ ഓയിൽ ചൂടായി വരുമ്പോൾ വലിയ ഉള്ളി ഇടുക, തക്കാളി അടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക. ചിക്കൻ വേവിച്ച വെള്ളം ഒഴിക്കുക. കുറച്ച് കുരുമുളകും ഉണക്ക നാരങ്ങയും 3 പച്ചമുളകും കൂടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു. ഈ ടൈമിൽ നമുക്ക് ചിക്കനിക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. വലിയ ഉള്ളി മിക്സിൻ്റെ ജാറിലേക്ക് വലിയ ഉള്ളി, തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, ഒരു 4-5 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, ഒരു മൂടി നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് ഇത് നന്നായി അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തപ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നു. കഴുകി വൃത്തിയാക്കി വെച്ച അരി നമ്മൾ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് കൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കും. അപ്പോൾ ചിക്കൻ്റെ മസാല റെഡിയായി. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളകും പൊടിയും കൂടിയും ചേർത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണും ഗോൾഡ് വിന്നർ ഓയിലും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നന്നായിട്ട് മസാല തേച്ചിട്ട് മാറ്റി വെക്കാം. ഇത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ വേവിക്കാം കേട്ടോ. ചട്ടിയിലിട്ടിട്ട് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ വേവിക്കുക. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ചിക്കൻ വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കണ പോലെ ഒന്ന് എടുക്കണ പോലെ ആക്കിയെടുക്കുന്നത് നമുക്ക് അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ജസ്റ്റ് ഒന്ന് 2 സൈഡിൽ വേവിക്കാൻ വേണ്ടി കൊടുക്കാം. നമ്മുടെ ഹണി വിത്ത് അൽഫാം റെഡി. നമ്മളെ വീട്ടിലുണ്ടാക്കുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.